बोर्ड. അപ്പോൾ എല്ലാവരും നമ്മുടെ ആനുവൽ എക്സാമിന് വേണ്ടി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ കുറേ പേരൊക്കെ ടെൻഷൻ അടിച്ച് പേടിച്ചൊക്കെ ഇരിക്കുന്നുണ്ടാവും അല്ലേ. എക്സാമിന് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക, എങ്ങനെയായിരിക്കും ആൻസർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഫുൾ മാർക്ക് വാങ്ങിക്കുക എന്നൊക്കെ ആലോചിച്ച് കുറേ ആളുകളൊക്കെ ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട, പേടിക്ക് ഒന്നും ചെയ്യേണ്ട. അപ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് മുർക്കി ഓഫ് ബുലാക്കി എന്ന് പറയുന്ന പാഠഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നല്ല മിടുക്കരായിട്ടിരിക്കുക, നല്ല ശ്രദ്ധയോടുകൂടി ഇരിക്കുക. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ചാപ്റ്ററിലേക്കും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ളതിലേക്ക് നോക്കുകയാണ്. അപ്പോൾ നോക്കിക്കോളൂ, ചരിത്ര പർ ടിപ്പണി വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്യാരക്ടർ സ്കെച്ച് അല്ലേ, ക്യാരക്ടർ സ്കെച്ച് എന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ, ഉറപ്പായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ രാജ്വന്തിയുടെ ക്യാരക്ടർ സ്കെച്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കോളൂ, രാജ്വന്തി ഘർ കി മാൽക്കിൻ थी. രാജ്വന്തി ആരാണ്? വീടിന്റെ ഉടമസ്ഥയാണ്. वह मुर्गी को एक नौकरानी के रूप में नहीं बल्कि एक बेटी के रूप में देखती है. അവള് മുർഗിയെ ഒരു നൗകരാനി, അതായത് ഒരു വേലക്കാരിയെ പോലെയല്ല, സ്വന്തം മകളെ പോലെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. अपने बेटे का देखभाल करने के लिए आई मुर्गी से वह बहुत प्यार करती है. സ്വന്തം മകനെ നോക്കാനായിട്ട് വന്നിട്ടുള്ള മുർഗിയെ അവർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. പ്യാർ ഭരി ദോ നാ മുർഗി ഓർ ബുലാക്കി പുകാർത്തെ ഹെ. വളരെ സ്നേഹത്തോടു കൂടി മുർഗി അല്ലെങ്കിൽ ബുലാക്കി എന്നാണ് അവർ അവളെ വിളിച്ചുകൊണ്ടിരുന്നത്. മുർഗി കാ ഭവിഷ്യക്കെ ബാരേമേ ഉസേ ചിന്താ ദി. മുർഗിയുടെ ഭവിഷ്യ, ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് അവർക്ക് ഒരുപാട് ചിന്തയുണ്ടായിരുന്നു. രാജ്വന്തി ദയാലു ഭി തി. വളരെ ദയാലുവായിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു. ദൂസരോക്കെ പ്രതി സഹാനുഭൂതി ദിഖാത്തി ഹെ. ബാക്കിയുള്ള ആളുകളോട് വളരെ സഹാനുഭൂതിയോടെ നിൽക്കുന്ന ആളാണ്. മുർഗി കെ ലിയെ അപ്നെ ബേട്ടെ സെ ഭി വാദ കർവാത്തി ഹെ. മുർഗിക്ക് വേണ്ടിയിട്ട് സ്വന്തം മകനെ കൊണ്ടുപോലും വാദ, പ്രോമിസ് ചെയ്യിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. രാജ്വന്തി ഏക സകാരാത്മക പാത്ര ഹെ. രാജ്വന്തി എന്ന് പറയുന്നത് വളരെയധികം സകാരാത്മകമായിട്ടുള്ള, അതായത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ദൂസരോക്കോ ഏക് അച്ഛാ നമൂന ബൻ ജാത്താ ഹെ. അവര് ബാക്കിയുള്ള ആളുകൾക്ക് ഒരു വളരെ നല്ല മോഡൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് മാറാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ ചരിത്ര പർ ടിപ്പണി എന്ന് പറഞ്ഞുകൊണ്ട് രാജ്വന്തിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ രാജ്വന്തി മുർക്കി ഓഫ് ബുലാക്കി എന്ന് പറയുന്ന പാഠഭാഗത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അവരുടെ ചരിത്ര ചിത്രം, ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തന്നെ എഴുതാം, ഫുൾ മാർക്ക് വാങ്ങിക്കാം. ഓക്കെ, അതുപോലെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. നോക്കിക്കോളൂ, പതി ദ്വാര ഉപേക്ഷിത ബുലാക്കി ഓർ രാജ്വന്തി കെ ബീച്ച് കാ വാർത്താലാപ്. അല്ലെ, ഭർത്താവ് ഉപേക്ഷിച്ചിട്ടുള്ള ബുലാക്കിയും അതുപോലെ തന്നെ രാജ്വന്തിയുടെയും ഇടയിലുള്ള വാർത്താലാപ്, കോൺവെർസേഷൻ ആണ്. നോക്കിക്കോളൂ, രാജ്വന്തി, ക്യാ ഹുവാ മുർഗി തെരാ പതി കഹാ ഹെ. എന്തു പറ്റി മുർഗി, നിന്റെ ഭർത്താവ് എവിടെയാണ്? അപ്പൊ മുർഗി പറയാണ്, വ മുझे छोड़कर चला गया. അവരെന്നെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. അപ്പൊ രാജ്വന്തി ചോദിക്കുകയാണ്, സച്ച് സച്ച് ബതാവോ ക്യാ ഹുവാ ഥാ. നീ സത്യം മാത്രം പറയ്, സത്യം പറയ്, എന്താ പറ്റിയത്, എന്താ സംഭവിച്ചെന്നൊന്ന് പറഞ്ഞേ. മുർഗി പറയാണ്, മേരെ ഗഹനോ കോ ബേച്ച് കർ ഹമേ ഘർ ബനായാ ഥാ ലേക്കിൻ ഉസേ ഓർ കിസി ലഡ്കി സേ പ്യാർ ഹുവാ ഥാ. ഫിർ, എന്റെ ആഭരണങ്ങളൊക്കെ വിറ്റിട്ട് ഞാനൊരു എന്ത് ചെയ്തു, വീടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ലേക്കിൻ ഉസേ ഓർ കിസി ലഡ്കി സേ പ്യാർ ഹുവാ ഥാ. പക്ഷെ അവന് വേറൊരാളെടുത്ത് സ്നേഹം തോന്നിയിട്ടുണ്ടായിരുന്നു. ഫിർ, അവളത് ആ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്തില്ല. പിന്നീട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കുത്താണ് അല്ലെ, അത് കംപ്ലീറ്റ് ചെയ്തില്ല. അത്രത്തോളം അവൾ സങ്കടത്തോടു കൂടി നിൽക്കുകയാണ് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ രാജ്വന്തി പറയാണ്, ഫിർ ക്യാ ഹുവാ, പിന്നീട് എന്താണ് സംഭവിച്ചത്? അപ്പൊ മുർഖി പറയാണ്, ദോ ദിൻ പെഹലെ ഉസ്നെ മുझे ദശഹരെ കെ മേള ദിഖാനെ കെ ലിയെ ലേ ഗയാ ഥാ. 2 ദിവസം മുന്നേ അവനെ ദശഹര എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫെസ്റ്റിവൽ ആണ് അല്ലെ, ഹിന്ദിക്കാരുടെ ഒരു ഫെസ്റ്റിവൽ ആണ്, നോർത്ത് ഇന്ത്യൻസിന്റെ. അപ്പൊ ദശഹരയ്ക്ക് മേള ദിഖാനെ കെ ലിയെ ലേ ഗയാ ഥാ. എന്റെ മേള കാണിക്കാനായിട്ട് എന്നെ കൊണ്ടുപോയിരുന്നു. ഹം രാത് ഏക് സരായ മേ സോ രഹേ ഥേ. നമ്മൾ രാത്രി ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഉസ്നെ മേരെ സാഡി സേ ചാബി ലേക്കർ ചലേ ഗയി. അവൻ എന്റെ സാരി തുമ്പിൽ നിന്ന്, എന്റെ സാരിയുടെ തുമ്പിൽ നിന്ന് ആ കീ എടുത്തിട്ട് കടന്നു കളഞ്ഞു എന്ന് പറയാണേ. അപ്പൊ രാജ്വന്തി ചോദിച്ചു, തും കേസേ യഹാ പഹുഞ്ച. നീ എങ്ങനെയാണ് ഇവിടെ വന്നത് അല്ലേ, നീ എങ്ങനെ ഇവിടെ എത്തി? അപ്പൊ അവള് പറയാണ്, ഏക് ദയാലു ने
मेरे बारे में जानकर कुछ दिए, कुछ पैसा दिए അല്ലെ कुछ रुपए दिए और मैं यहाँ चली आई. ഒരു ദയുള്ള മനുഷ്യന് എൻ്റെ കഥയൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ അയാൾ എനിക്ക് കുറച്ച് പൈസ തന്നു, അതുകൊണ്ടാണ് യഹാ ചലിയായി ഞാൻ ഇവിടെ വന്നത്. അപ്പൊ രാജവന്തി ചോദിക്കുകയാണ് ഗബ്രാവോ മത് മേ ഹൂന, നീ പേടിക്കണ്ട ഞാനില്ലേ നിനക്ക്. അപ്പൊ മുർഗി പറയാണ് മേ അബ് ക്യാ കരൂ രഹനെ കേ ലിയേ ഘർ തക് നഹീ ഹൈ, ഞാനിനി എന്താണ് ചെയ്യാ, എനിക്ക് നിൽക്കാനായിട്ട് ഒരു വീട് പോലും ഇല്ല. അപ്പൊ രാജവന്തി പറയാണ് തും യഹാ ഇസ് കോട്ടറി മേ രഹോ മേ ജീത്തെ ഹുയേ തുമേ യഹാ സെ കോയി ഭി യഹാ സെ നഹീ നികാലേഗാ. നീ ഇവിടെ എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ താമസിച്ചു, എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം നിന്നെ ആരും ഇവിടെ നിന്ന് പറഞ്ഞു വിടില്ല. മുർക്കി പറയാണ് ഈ എഹസാൻ മേ കേസേ ബൂലു, ഈ സഹായം ഞാൻ എങ്ങനെയാണ് മറക്കുക എന്ന് ആര് പറയാണ്, നമ്മുടെ മുർക്കി പറയാണ് അല്ലെ. അപ്പൊ ഇതാണ് കോൺവെർസേഷൻ. അപ്പൊ വാർത്താലാപ് അതുപോലെ തന്നെ സംവാദ് അല്ലെ, വാർത്താലാപിന് സംവാദം എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ബാച്ചിത്ത് എന്നൊക്കെ ചോദിക്കാട്ടെ. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോൺവെർസേഷൻ തന്നെയാണ് എഴുതേണ്ടത്. അപ്പൊ എല്ലാവരും നല്ല മിടുക്കരായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഫുൾ മാർക്ക് ചോദിക്കാൻ അല്ല എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അടുത്ത കാര്യം നോക്കിക്കോളൂ. സങ്കേതോ കെ ആധാർ പർ മുർക്കി കാ ആത്മകഥാംശ തയ്യാർ കരേ. ആത്മകഥയുടെ അംശം, അതായത് സ്വന്തമായിട്ട് പറയുന്ന രീതിയിലായിരിക്കണം എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് സങ്കേതം നോക്കിക്കോളൂ. ദശഹര കാ മേള ദേഖ്നെ കോ ജാന, ദശഹരയുടെ മേള കാണാനായിട്ട് പോകുന്നു. പതി ദ്വാര ഉപേക്ഷിത് ഹോ ജാന, പതി ഉപേക്ഷിക്കുന്നു. ഏക് ദയാലു കി സഹായത മിൽന, ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഒരു ദയാലു മനുഷ്യന്റെ സഹായം കിട്ടുന്നു. രാജ്വന്തി മാ ദ്വാര ശരൺ ദേന, ലാസ്റ്റ് രാജ്വന്തി അമ്മ എന്ത് ചെയ്യുന്നു, കുറച്ച് ആശ്രയം കൂടെ കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മളോട് ഒരു ആത്മകഥാംശം, അതായത് മുറുക്കി പറയുന്ന രീതിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കോളൂ, ആത്മകഥാംശം എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഒരു ഹെഡിങ് നിർബന്ധമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടാവണം. ഓക്കെ, ആത്മകഥാംശം എഴുതുന്ന സമയത്ത് ഹെഡിങ് വളരെ മസ്റ്റ് ആണ്, അതെന്തായാലും കൊടുക്കുക. ബാക്കി നോക്കൂ. ഹേ ഭഗവാൻ ആപ്കോ मैंने देखा രാജ്വന്തി മാ കെ രൂപ് മേ. അപ്പൊ നമ്മൾ പറയാണ് അല്ലെ, ഹേ ഭഗവാൻ ദൈവമേ ഞാൻ നിന്നെ കണ്ടു. ആരുടെ രൂപത്തിൽ? രാജ്വന്തി അമ്മയുടെ രൂപത്തിൽ. ജിന്ദഗി മേ ജോ കുച്ച് മേനെ പായ ജോ കുച്ച് മേനെ ദേഖ സബ് വ്യർത്ഥ രഹ. ജീവിതത്തിൽ ഞാൻ എന്തൊക്കെ കണ്ടോ, ഞാൻ എന്തൊക്കെ അനുഭവിച്ചോ, എല്ലാം വെറുതെയായി പോയി. मेरा शेष जीवन काल इसी घर में രാജ്വന്തി മാതാ की बिटिया के रूप में संपन्न होने वाली है. എൻ്റെ ഇനിയുള്ള ശേഷിച്ച കാലം, എൻ്റെ ബാക്കിയുള്ള ജീവിതകാലം ഇനി ഈ വീട്ടില് രാജ്വന്തി അമ്മയുടെ മകളായിട്ട് സമ്പന്ന ഹോനെ വാല ഹെ, പൂർണ്ണമാവാനായിട്ട് പോവുകയാണ്. ജിസ് മാതാ ने मुझे पूरी जिंदगी यहीं पर गुजारने की अनुमति दी है വേ ഈശ്വർ കെ കം നഹി ഹെ. ഏത് അമ്മയാണോ അവരുടെ വീട്ടിൽ ഇനി മുഴുവൻ ജീവിതകാലവും എനിക്ക് നിൽക്കാനായിട്ടുള്ള ആശ്രയം തന്നത്, ആ അമ്മ എനിക്ക് ദൈവത്തിന് തുല്യമാണ്, ദൈവത്തിനേക്കാൾ കുറവൊന്നും അല്ല. मेरी भी एक कोठरी है यहाँ, എനിക്കും ഒരു റൂമുണ്ട് ഈ വീട്ടില്. कोठरी की चाबी मुझे पकड़ाते हुए उन्होंने मुझे वचन दिया है അല്ലെ, ആ റൂമിന്റെ കീ കൊടുത്ത സമയത്ത് അവരെനിക്ക് പ്രോമിസ് കൂടെ തന്നിട്ടുണ്ട്. മുझे यहाँ से कोई भी कभी भी निकालेगा नहीं, ഇവിടെ നിന്ന് എന്നെ ഒരിക്കലും ആരും പറഞ്ഞു വിടില്ല. മാനെ ബേട്ടെ സേ ഭി ऐसा वादा कराया है, അമ്മ മകനെ കൊണ്ടുപോലും ഈ പ്രോമിസ് എനിക്ക് തന്നിട്ടുണ്ട്. अब मुझे सब कुछ है, ഇപ്പൊ എനിക്ക് എല്ലാം ഉണ്ട്. മാ ഹെ ബായി ഹെ ഘർ ഹെ और यही मेरी परिवार है, അമ്മയുണ്ട്, സഹോദരനുണ്ട്, വീടുണ്ട്, ഇനി ഇതാണ് എൻ്റെ കുടുംബം എന്ന് പറഞ്ഞുകൊണ്ട് ഇവളുടെ ആത്മകഥാംശം, നമ്മുടെ മുറുക്കിയുടെ ആത്മകഥാംശം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ആത്മകഥ എല്ലാം നിങ്ങൾ കുറച്ച് എഴുതിയാൽ മതി, ഒരു 5-6 സെന്റൻസ് എഴുതിയാൽ തന്നെ ഫുൾ മാർക്ക് കിട്ടും. പക്ഷെ പാറ്റേണുകൾ എഴുതണ്ട അല്ലെ, എന്തൊക്കെയാണ് എഴുതേണ്ടത്, ഏത് രീതിയിലാണ് എഴുതേണ്ടത്, ആ കാര്യങ്ങൾ എന്തായാലും മനസ്സിലാക്കി വെക്കണം. ആ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ എന്തായാലും ഫുൾ മാർക്ക് കിട്ടും. ഇപ്പൊ നമ്മുടെ ആത്മകഥാംശം എഴുതുന്നതിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹെഡിങ് എന്തായാലും കൊടുക്കണം. അതുപോലെ എഴുതുന്ന കാര്യങ്ങൾ സ്വയം പറയുന്നത് പോലെ ഞാൻ എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അല്ലെ, മേ എന്ന് പറയുന്ന രീതിയിലായിരിക്കണം എഴുതേണ്ടത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമ്മളൊരു ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. അടുത്ത് നമ്മൾ ഡയറി എഴുതാനായിട്ട് നോക്കാം അല്ലെ. ഇപ്പൊ ഡയറി നോക്കിക്കോളൂ. മുർഖി की കഥ സുൻകർ കുമാർ की आंखें भर आई. മുർഖിയുടെ കഥ കേട്ട സമയത്ത് കുമാറിന്റെ കണ്ണുകൾ നിറഞ്ഞു. उस दिन की डायरी में वह अपने मन की संवेदनाएं व्यक्त करता है. അന്നത്തെ അവന്റെ ഡയറിയിൽ അവൻ അവന്റെ എല്ലാ കാര്യങ്ങളും, അവന്റെ ആ ഫീലിങ്സ് മുഴുവൻ അവൻ പ്രകടിപ്പിക്കുന്നുണ്ട്. വ ഡയറി തയ്യാർ കരെ, ആ ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കോളൂ. മുർഖി കാ കുമാർ കാ ഘർ ജാന, മുർഖി കുമാറിന്റെ വീട്ടിൽ
വീട്ടിലേക്ക് പോകുന്നത്. ബച്പൻ മേ കുമാർ കോ ഖാന ഖിലാന, കുട്ടിക്കാലത്ത് കുമാറിന് ഭക്ഷണം നൽകുന്നത്. മുർഗി ക എക് ലഡ്കെ കെ സാത്ത് ഭാഗ് ജാന, മുർഗി ഒരു ചെക്കന്റെ കൂടെ ഒളിച്ചോടി പോകുന്നത്. മുർഗി ക ലൗട്ട് ആന, മുർഗി തിരിച്ചു വരുന്നത്. और മുർഗി की മൃത്യു ഹോ ജാന, മുർഗി മരണപ്പെടുന്നത്. ഇത്രയും പോയിന്റ്സ് വെച്ചുകൊണ്ട് വേണം നമ്മൾ ഡയറി എഴുതാനായിട്ട്. ഓക്കെ, അപ്പൊ ഡയറി എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഡേറ്റ് ആൻഡ് ഡേ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഡയറിയിൽ ഡേറ്റ് ആൻഡ് ഡേ എഴുതാൻ നിങ്ങൾ ലെഫ്റ്റോ റൈറ്റോ എവിടെ എഴുതിയാലും ശരിയാണ്. പക്ഷെ ബോക്സ് വരയ്ക്കുക എന്നുള്ളത് വളരെ നിർബന്ധമാണ്. ബോക്സ് വരയ്ക്കുക എന്നുള്ളത് മാത്രമല്ല, ആൻസർ ഷീറ്റ് ഒക്കെ സ്കൂളിൽ നിന്ന് ഇഷ്ടം പോലെ കിട്ടും അല്ലെ. അപ്പൊ അതിലൊന്നും ആരും പിശുക്കൊന്നും വിചാരിക്കേണ്ട. അപ്പൊ നല്ല ഭംഗിയായിട്ട് ഒരു പുതിയ പേജിൽ നല്ല ഭംഗിയിൽ ഒരു ബോക്സ് ഒക്കെ വരച്ചിട്ട് നല്ല വൃത്തിയിൽ തന്നെ എഴുതാനായിട്ട് നോക്കുക. ഡേറ്റും ഡേയും എഴുതാം. ബാക്കി നമ്മുടെ അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് എഴുതാം. നോക്കൂ, ആജ് ഏക് അജീബ് ദിൻ താ, ഇന്നൊരു വല്ലാത്ത ദിവസമായിരുന്നു. കൈ സാലോ കെ ബാദ് മുർഗി കി അസ്ലി കഹാനി മുझे ആജ് പതാ ചല, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മുർഗിയുടെ യഥാർത്ഥ കഥ എനിക്ക് ഇന്നാണ് മനസ്സിലായത്. ആജ് മുർഗി കി മൃത്യു കെ ബാദ് മാനെ സബ് കുച്ച് ബതാ ദിയ, ഇന്ന് മുർഗിയുടെ മരണത്തിന് ശേഷം അമ്മ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. വോ ഹമാരെ പുരാനെ നൗക്കർ की बेटी थी, അവര് ഞങ്ങളുടെ പഴയ വേലക്കാരന്റെ മകളായിരുന്നു. ഉസ്കി മാ കി മൃത്യു കെ ബാദ് ഉസെ യഹാ ലായാ ഗയാ ഥാ, അവളുടെ അമ്മയുടെ മരണത്തിന് ശേഷമാണ് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. മേരാ ദേഖ്ഭാൽ യഹ് കർത്തേ ഥേ, അവളാണ് എന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. മാ ഓർ മുർഗി കെ ബീച്ച് ഏക് മാൽക്കിൻ നൗകരാനി സംബന്ധ നഹീ ഥാ, അമ്മയും അവളും തമ്മിൽ ഒരിക്കലും ഒരു മാൽക്കിനും അല്ലെ ഒരു മുതലാളി അല്ലെ ഒരു യജമാനയും അല്ലെങ്കിൽ ഒരു വേലക്കാരിയും തമ്മിലുള്ള ബന്ധമല്ല ഉണ്ടായിരുന്നത്. ഏക് ദൂസരേക്കോ ബഹുത് പ്യാർ കർത്തേ ഥേ, അവര് ഏക് ദൂസരേക്കോ അന്യോന്യം ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ക്യോंकि उसके बाप पैसे के लिए उसकी शादी तय किया तो उसने एक शहरी लड़के के साथ भाग गया, അവളുടെ അച്ഛൻ പൈസയ്ക്ക് വേണ്ടിയിട്ട് അല്ലെ പണത്തിന് വേണ്ടി ഒരു വയസ്സായിട്ടുള്ള ഒരു ഭാര്യ മരിച്ചു പോയിട്ടുള്ള ഒരു വിധവൻ ആയിട്ടുള്ള ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്ന സമയത്ത് അവള് സിറ്റിയിലുള്ള ഒരാളുടെ കൂടെ ഒളിച്ചോടി പോവുകയാണ്. लेकिन लड़के ने उसे धोखा दिया और छोड़ दिया, പക്ഷെ ആ ആൺകുട്ടി അവളെ എന്ത് ചെയ്തു? ലड़के ने उसे धोखा दिया, അവളെ പറഞ്ഞു വിട്ടു അല്ലെ, അവളെ ചതിച്ചു ആൻഡ് അവളെ ഉപേക്ഷിച്ചു പോയി. മുർഗി വാപ്പസ് ആയാ തോ മാനെ എക് കോട്ടറി ദിയ, മുർഗി ഇവിടെ തിരിച്ചു വന്ന സമയത്ത് ഒരു കോട്ടറിയിലെ ഒരു റൂം അവൾക്ക് വേണ്ടി നൽകി. ഓർ ചാബി ബി, അതിന്റെ താക്കോലും കൊടുത്തു. ഓർ ബേച്ചാരി മുർഗി ഉസ് ചാബി കോ ഉസ്നെ ഉസ്കെ അപ്നെ പാസ് സബി സമയ രഖ്തേ ഥേ, ബേച്ചാരി മുർഗി അല്ലെ പാവം മുർഗി ആ താക്കോൽ അവളുടെ കയ്യിൽ എപ്പോഴും വെക്കുമായിരുന്നു. മൃത്യു കെ ബാദ് നഹാത്തെ സമയ ഉസ് ചാബി കോ ഉസ്കി മാംസ് മേ ഛിപേ ഹുയെ മിലി, മരണത്തിന് ശേഷം ആ ചാബി എടുക്കുന്ന സമയത്ത് അവളുടെ ദേഹത്ത് നിന്ന് ആ ചാബി കിട്ടി അല്ലെ കുളിപ്പിക്കുന്ന സമയത്ത്. ഏക് ഗരീബ് നിസ്സഹായ നാരി കാ ഹാലത്ത് മുझे आज ही पता चला, ഒരു നിസ്സഹായായിട്ടുള്ള ഒരു പാവപ്പെട്ട ദരിദ്രയായിട്ടുള്ള ഒരു സ്ത്രീയുടെ ഫീലിങ്സ് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. ഓക്കെ, അപ്പൊ നമ്മുടെ കുമാറിന്റെ ഡയറിയാണ്. അപ്പൊ ഇതുപോലെ എല്ലാ ചാപ്റ്ററും നമുക്കൊരു ഡയറി, ഒരു ലെറ്റർ, ഒരു വാർത്താലാപന്റെ ഒക്കെ സ്കോപ്പ് ഉണ്ട്. പക്ഷെ എല്ലാത്തിനെയും ഫോർമാറ്റ് നന്നായിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ചാപ്റ്റർ വന്നാലും ആരുടെ ഡയറി ആണെങ്കിലും നല്ല രസമായിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഫോർമാറ്റ് മനസ്സിലാക്കി നല്ല ഭംഗിയായിട്ട് തന്നെ മനസ്സിലാക്കി പഠിച്ചു വെക്കുക. നന്നായിട്ട് തന്നെ ആൻസർ ചെയ്യാനും ഫുൾ മാർക്ക് വാങ്ങാനും നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. അപ്പൊ എല്ലാവരും നല്ല മിടുക്കരായിട്ട് എക്സാമിന് വേണ്ടി പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.